ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടവൽ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവസ്റ്റ് കോമൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് കുവൈറ്റ് സ്പെഷ്യാലിറ്റീസ്, കുവൈറ്റിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. കുവൈറ്റ് പശ്ചിമേഷ്യയിലെ ഒരു രാജ്യമാണ് കുവൈറ്റ് എന്നത്. തലസ്ഥാനം കുവൈറ്റ് സിറ്റി. ഇവിടുത്തെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 11,876 കിലോമീറ്റർ സ്ക്വയറാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 4.82 ദശലക്ഷമാണ് ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതിൽ 1.52 ദശലക്ഷം മാത്രമേ കുവൈറ്റുകാരുള്ളൂ. ബാക്കി 3.2 ദശലക്ഷം ആളുകൾ വെളിയിൽ നിന്നുമുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകളാണ്. അപ്പോൾ കുവൈറ്റുകാരിനേക്കാൾ കൂടുതൽ മറ്റ് രാജ്യങ്ങളിലുള്ളവരാണ്. കുവൈറ്റുകാർ കുറവാണ്. ഇറാനുമായിട്ട്, വടക്ക് ഇറാനുമായിട്ടും അതോടൊപ്പം തെക്ക് സൗദി അറേബ്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നു. അതോടൊപ്പം ഇറാനുമായിട്ട് സമുദ്ര അതിർത്തി പങ്കിടുന്നു. ഏകദേശം 500 കിലോമീറ്ററോളം തീരദേശമുണ്ട് കുവൈറ്റിന്. ഇവിടുത്തെ നാണയമെന്ന് പറയുന്നത് കുവൈറ്റ് ദിനാറാണ്. കുവൈറ്റിൻ്റെ ചരിത്രം നോക്കുമ്പോൾ പണ്ടുകാലത്ത് ഗൾഫ് മേഖലയിലെ തടത്തിൽ ഉണ്ടായ ഹിമപാതവും അതോടൊപ്പം വെള്ളപ്പൊക്കവും കാരണം യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ഒരു ഡെൽറ്റയായിട്ട് രൂപപ്പെട്ടു. ആ ഡെൽറ്റയാണ് പിന്നീട് കുവൈറ്റായി മാറിയതെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ആ ഡെൽറ്റയിൽ പിന്നീട് രൂപപ്പെട്ട അവിടെ മനുഷ്യവാസം വരികയും ഡെവലപ്പ് ചെയ്യുകയും പിന്നീട് കുവൈറ്റായി മാറുകയും ചെയ്തു എന്ന് പറയുന്നു. അതോടൊപ്പം BC 8000 മുതൽ ഇവിടെ മനുഷ്യവാസം തുടങ്ങിയതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം BC 2000 മെസോപ്പൊട്ടാമിയയിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വസിച്ചിരുന്നതായിട്ട് ചരിത്രത്തിൽ പറയുന്നു. അതിനുശേഷം ഇവിടെ ബാബിലോൺ സാമ്രാജ്യത്തിന് കീഴിലാകുന്നു. അതിനുശേഷം AD കാലഘട്ടത്തിലേക്ക് വരുന്നു. AD 224 നാസിനറ്റ് സാമ്രാജ്യം ഇവിടെ കീഴ്പ്പെടുത്തുന്നു. AD 224 1700കളുടെ തുടക്കത്തിലാണ് കുവൈറ്റ് സിറ്റി സ്ഥാപിക്കുന്നത്. അതായത് ഒരു ചെറിയൊരു മത്സ്യബന്ധന ഗ്രാമമായിട്ടായിരുന്നു കുവൈറ്റ് സിറ്റിയുടെ തുടക്കം 1700 കാലഘട്ടത്തിൽ. പിന്നീട് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഒരു തുറമുഖ നഗരമായിട്ട് മാറുന്നു. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ. പിന്നീട് 19-ാം നൂറ്റാണ്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുതിരക്കച്ചവടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുന്നു. പിന്നീട് 1913 ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലാവുന്നു. 1913 പിന്നീട് 1938 കുവൈറ്റിൻ്റെ തലവര മാറിയത്. കാരണം എണ്ണ 1938 ഇവിടുന്ന് കണ്ടെത്തിയത്. അതിനുശേഷം കുവൈറ്റിൻ്റെ വളർച്ച എന്ന് പറയുന്നത് വേറെ ലെവലിലേക്ക് പോയി. 1938 എണ്ണ കണ്ടെത്തുന്നു. 1946 എണ്ണ കയറ്റുമതി ചെയ്യാൻ ആരംഭിക്കുന്നു. ക്രൂഡ് ഓയിലൊക്കെ കയറ്റുമതി ചെയ്യാൻ ആരംഭിക്കുന്നു 1946. 1946 മുതൽ 1980 വരെയുള്ള കാലഘട്ടം കുവൈറ്റിൻ്റെ വളർച്ചയുടെ കാലഘട്ടമായിരുന്നു. പുറത്തു നിന്നുള്ള ആളുകളൊക്കെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് ജോലിക്ക് വരികയും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങോട്ട് വരികയും ഒക്കെ ചെയ്തുകൊണ്ട് കുവൈറ്റ് വേറെ സാമ്പത്തികമായിട്ട് നല്ല കുതിച്ചാട്ടമായിരുന്നു 1946 മുതൽ 1980 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. 1961 കുവൈറ്റ് സ്വാതന്ത്ര്യം നേടുന്നു. അതിനു മുമ്പ് തന്നെ 1952 ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന, ഗൾഫ് മേഖലയിൽ ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് 1952 കുവൈറ്റ് മാറി. 1961 കുവൈറ്റ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നു. ജൂണിൽ 1963 ഐക്യരാഷ്ട്രസഭയുടെ അംഗമാകുന്നു. പിന്നീട് ഗൾഫ് യുദ്ധത്തിനൊക്കെ ശേഷം 1990 ആ കാലഘട്ടത്തിൽ ഗൾഫ് യുദ്ധത്തിനൊക്കെ ശേഷം വേറെ ലെവൽ ഗ്രോത്തിലേക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം പുരോഗതി കുവൈറ്റ് നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് കുവൈറ്റ് എന്ന് പറയുന്നത്. കൂടുതൽ ആളുകൾ അവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അതോടൊപ്പം ജോലിക്കുമൊക്കെ കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു രാജ്യമായി കുവൈറ്റ് മാറിക്കഴിഞ്ഞു. ഇതിനെല്ലാം തുടക്കമെന്ന് പറയുന്ന 1938 ആ എണ്ണയുടെ കണ്ടെത്തലായിരുന്നു. അതിനുശേഷമാണ് അവർ ഈ ലെവലിലേക്ക് വളർന്നത് കുവൈറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.